എല്ലാവർക്കും ബിസിനസ് ഐഡിയസിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ദിനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ചാനലിന്റെ പേരിൽ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഇന്ന് ക്രിസ്മസ് ദിനമായതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിലുള്ള ഒരു പ്രോഡക്റ്റിലേക്കാണ് ഇന്ന് പോകുന്നത്. ചെറിയൊരു പ്രോഡക്റ്റ് ആണ്, വീട്ടിലുണ്ടാക്കാവുന്ന പ്രോഡക്റ്റ് ആണ്, അധികം ആരും ട്രൈ ചെയ്യാത്ത പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നേരെ നമുക്ക് ആ പ്രോഡക്റ്റിലേക്ക് പോകാം. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ വീഡിയോ ആണ് എന്ന്. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അതായത് കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ കേക്ക് അല്ല, ഒരു പ്രത്യേകതരം കേക്കാണ് ഇത്. ക്യാരറ്റ് കേക്കാണ്. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് നോക്കാം. മൈദ വേണം 2 കപ്പ്, ക്യാരറ്റ് വേണം 500 ഗ്രാം, മസാലപ്പൊടി വേണം 1/2 ടീസ്പൂൺ, സോഡാപ്പൊടി വേണം 2 ടീസ്പൂൺ, പഞ്ചസാര വേണം 2 കപ്പ്, എണ്ണ വേണം 1.25 കപ്പ്, മുട്ട വേണം 3. ഇത്രയും സാധനമാണ് ഇതിലേക്ക് വേണ്ടത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എങ്കിൽ പോലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. പഞ്ചസാര ആദ്യം നന്നായിട്ട് പൊടിച്ച് എണ്ണയുമായിട്ട് യോജിപ്പിക്കണം. ഇതിൽ മുട്ടയുടെ ഉണ്ണി അടിച്ച് യോജിപ്പിക്കണം. ഇതിനെല്ലാം ബീറ്റർ ആവശ്യമാണ്. ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പം നടക്കുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം മൈദ, സോഡാപ്പൊടി, മസാലപ്പൊടി എന്നിവയെല്ലാം 2 പ്രാവശ്യം അരിച്ചെടുത്ത്, കാരണം മറ്റൊന്നുമല്ല, ഇത് കട്ട കെട്ടി കിടന്നു കഴിഞ്ഞാൽ കേക്കിനെ അത് ബാധിക്കും. 2 പ്രാവശ്യം അരിച്ചെടുത്ത് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തോടൊപ്പം ചേർക്കേണ്ടതാണ്. ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കുക. അതിനുശേഷം നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് ചീവിയെടുക്കണം. ചീവിയെടുത്ത ക്യാരറ്റ് നമ്മൾ ഈ മിശ്രിതത്തിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളത് മുട്ടയുടെ വെള്ളം മാത്രമാണ്. അത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച്, അതിനും ബീറ്റർ വേണം, പതപ്പിച്ച് ശേഷം ഈ മിശ്രിതത്തിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഒന്ന് ബീറ്റർ വെച്ച് തന്നെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ ട്രേകളിലാക്കി നമ്മളുടെ ഓവനിൽ വെച്ച് 50 മിനിറ്റ് ബേക്ക് ചെയ്യണം. ഇത് നിങ്ങൾക്ക് വിജയിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് നന്നായിട്ട് അത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചെറുകിട സംരംഭമായിട്ട് തന്നെ എടുത്ത് നിങ്ങളുടെ ലോക്കൽ ഏരിയാസിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. മസാല കൂട്ടിയിട്ട് പഞ്ചസാര കുറച്ചിട്ട് ആ ടൈപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് ഫുഡിന്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുത്തുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ. ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോൾ, വീട്ടിലുണ്ടാക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച ശേഷം നിങ്ങൾക്ക് ഇത് ബിസിനസ് ആയിട്ട് തന്നെ തുടങ്ങാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.